ഇപ്പോൾ ബേപ്പൂരിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വന്ന രാഷ്ട്രീയം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചത് ഈ പറയുന്ന പിണറായിസും ആ പിണറായിസത്തിൻ്റെ കാരണക്കാരനായ മരുമോനിസമാണ്. മരുമോഹൻ്റെ സാന്നിധ്യത്തിന് ശേഷം രംഗപ്രവേശനത്തിന് ശേഷമാണ് സത്യത്തിൽ പിണറായിയിൽ വലിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെങ്കിലും ഓരോ മണ്ഡലത്തിലും ഏതൊക്കെ സ്ഥാനാർത്ഥികളാവുന്നുള്ള അഭ്യൂഹങ്ങളും ചർച്ചകളൊക്കെ തന്നെ സജീവമാണ്. കോഴിക്കോട് ബേപ്പൂരിൽ PV അൻവറിൻ്റെ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. PV അൻവർ ഒപ്പം തന്നെ നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മോട് ചോദിക്കാം, പിന്നെ താങ്കൾ ബേപ്പൂരിലായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പലതും വന്നു കഴിഞ്ഞിട്ടുണ്ട്. താങ്കൾ കഴിഞ്ഞ ദിവസം പ്രമുഖരെയൊക്കെ കാണാൻ അവിടെ പോവുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ബേപ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചോ? ഇല്ല, ബേപ്പൂരിൽ മത്സരിക്കാനില്ല, എവിടെയും മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നെ സംബന്ധിച്ച് ഈ പിണറായിസത്തിനെതിരെ സംസാരിച്ച് ആ മുന്നണി വിട്ട് പുറത്തു വന്നു, ഞാൻ രാജിവെച്ചു. അന്ന് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ് എന്നെ സംബന്ധിച്ചിട്ട്, അതിപ്പോഴും തുടരുന്നു. അപ്പോൾ ബേപ്പൂരിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വന്ന രാഷ്ട്രീയം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചത് ഈ പറയുന്ന പിണറായിസും ആ പിണറായിസത്തിൻ്റെ കാരണക്കാരനായ മരുമോനിസമാണ്. മരുമോഹൻ്റെ സാന്നിധ്യത്തിന് ശേഷം രംഗപ്രവേശനത്തിന് ശേഷമാണ് സത്യത്തിൽ പിണറായിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ തലങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. തീർച്ചയായിട്ടും പിണറായിസം അവസാനിക്കുമ്പോൾ വേറൊരു വിത്ത് ഇവിടെ മരുമോനിസം ഇട്ട് പോകുന്നത് ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രതിസന്ധികൾ LDFിൽ എന്തായാലും ഉണ്ടാവും, CPM അതിലേറെ ഉണ്ടാവും. അതിൻ്റെ ദോഷം കേരളത്തിലെ ജനങ്ങൾക്കും ചെയ്യും. അപ്പോൾ അതുകൂടെ ഇത് അവസാനിക്കുന്നൊരു ഘട്ടത്തിൽ അതുകൂടെ അവസാനിക്കണം, ആ പോരാട്ടം തുടരണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ബേപ്പൂരിൻ്റെ സ്ഥിതിഗതികൾ അന്വേഷിക്കുന്നുണ്ട്. CPMനെ സംബന്ധിച്ച് 19 വർഷമായിട്ട് അവരുടെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലമാണ്. മന്ത്രി എന്ന നിലക്ക് ആ മണ്ഡലത്തെ നിലനിർത്താനുള്ള പല ജിമ്മിക്കും യാഥാർത്ഥ്യമായി ഉള്ളിൽ തട്ടിയെഴുതല്ലെങ്കിൽ പോലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒന്ന് അനലൈസ് ചെയ്യുക മണ്ഡലത്തെ. ആ ഉദ്ദേശത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട പലരെയും കണ്ട് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അല്ലാതെ മത്സരിക്കാൻ ഞാൻ ഇപ്പോഴും തീരുമാനിക്കേണ്ട UDF ലീഡർഷിപ്പാണ്. എവിടെ എന്നുള്ളതൊന്നും അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടില്ല. സർക്കാരിനെതിരായ ഒരു വികാരം പ്രകടമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് പ്രകടമാണ്, അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും. ബേപ്പൂരിൻ്റെ ഒരു മണ്ഡലം എടുക്കുമ്പോൾ ബേപ്പൂർ മന്ത്രി മുഹമ്മദ് റിയാസ് താങ്കൾ പറഞ്ഞതുപോലെ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അലയൊലികൾ ബേപ്പൂരിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അലയടിക്കില്ലേ? തീർച്ചയായിട്ടും അലയടിക്കണം. ഇത് ഈ പിണറായി എടുത്തു വരുന്ന നിലപാടിനെതിരെയുള്ള പോരാട്ടമാണ്. കേരളത്തിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ 1957 സ്റ്റേറ്റ് രൂപീകൃതമായതിനു ശേഷമുണ്ടായ എല്ലാ മുഖ്യമന്ത്രിമാരെയും ഗവൺമെൻറ്റിനെയും നമ്മൾ പരിശോധിച്ച് നോക്കിയത് ഇത്രമാത്രം കുടുംബാധിപത്യം ഒരു സംസ്ഥാനത്തെ ഗ്രസിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലുണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ഈ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഈ കുടുംബാധിപത്യ രാഷ്ട്രീയം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ കേരളത്തിന് അത് സുപരിചിതമല്ല, പരിചിതവുമല്ല. അപ്പോൾ ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയം കേരളത്തിൽ ഒരിക്കലും പ്രായോഗികമല്ല. അതിന് ദോഷങ്ങളേ ഉള്ളൂ. അതിൻ്റെ ദോഷം എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ഒരു പാർട്ടിയെ അതൊരു കുടുംബാധിപത്യ രാഷ്ട്രീയമാക്കി. ഇപ്പം നിങ്ങൾ കേരളം മൊത്തം പാർട്ടിയുടെ ഒരു സംവിധാനം പരിശോധിച്ച് നോക്കിയാൽ അത് ബ്രാഞ്ച് തലം തൊട്ട് സംസ്ഥാന തലം വരെ പോളിറ്റ് ബ്യൂറോ വരെ നോക്കിയാൽ അത് പിണറായിക്ക് കീഴൊതുങ്ങുന്ന ഒരു സംവിധാനമായി മാറുകയാണ്. പാർട്ടി സെക്രട്ടറിക്കോ പാർട്ടിക്കോ ഒരു നിലയും വിലയില്ല. മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും അവരുടെ ആ ഒരു സംഘത്തിനും ഭരണം കൈയാളാനും അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും മാത്രം സാധിക്കണം. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളുടെ ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാകും. അവർക്കൊന്നും ഒരു സേ ഇല്ല. ഇപ്പോൾ എളമരം സഖാവ് കാണാൻ പോലുമില്ല. മോഹനൻ മാഷ് ജില്ല വിട്ടിട്ട് ഒരു വർഷത്തോളമാകുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വെട്ടി നിരത്തപ്പെട്ടതാണ്. പിന്നെ ഉണ്ടായിരുന്ന പ്രദീപ് കുമാറാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു ജോലി കൊടുത്ത് അദ്ദേഹത്തെയും ഇവിടുന്ന് പാക്ക് ചെയ്തിട്ടും ഈ പറയുന്ന ഒരു മെഹബൂബും മുസാഫിറും മുഹമ്മദ് റിയാസും ഇപ്പോൾ വയനാട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഗഗാറിൻ ഏറ്റവും നാൾ സെക്രട്ടറി ആയിരുന്നാണ്. അദ്ദേഹത്തെ എന്തിനാ മാറ്റിയതെന്ന് പോലും അറിയില്ല. അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ചെറുപ്പക്കാരനെ അവരോധിച്ചുകൊണ്ട് പാർട്ടിയെ കയ്യിലാക്കുന്ന ഒരു രീതിയിലേക്ക് ഇത് പോകുന്നു. മലബാറിൽ പ്രത്യേകിച്ചും കണ്ണൂർ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു ജയരാജന്മാരും ചിത്രത്തിലല്ലോ. മുഖ്യമന്ത്രിയുടെ PS ആയി പോയിരുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് അവിടെ പാർട്ടിയെ സെക്രട്ടറിയാക്കി അവിടെ സ്ഥാനം നൽകി. ആ ജില്ല അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 5 ജില്ലകൾ പരിപൂർണമായിട്ടും, പാലക്കാട് നടക്കുന്നില്ല, അവിടെ രാജേഷ് ഉള്ളത് കൊണ്ട് ഈ 5 ജില്ലയും പരിപൂർണമായിട്ടും മുഹമ്മദ് റിയാസിൻ്റെ കൈപ്പടിയിൽ ഒതുക്കി
ഉത്തരവാദിത്തപ്പെട്ട ഉയർന്ന സഖാക്കൾ മുഴുവൻ പാർട്ടിക്ക് എന്താ പറയുക പാർട്ടിയിലൊരു സേ ഇല്ലാതാക്കി. അത് വലിയ രീതിയിലുള്ള പാർട്ടിക്ക് അപകടം ചെയ്യുന്നുണ്ട്, അത് ഇടതുപക്ഷത്തിന് അപകടം ചെയ്യുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, ഈ പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിൽ പ്രതിഫലിക്കും, ഭയങ്കരമായിട്ട് പ്രതിഫലിക്കണ്ടേ. ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. കേരളത്തിലെ ഇല്ലെങ്കിൽ ഇന്ത്യയിലെ മതേതര വിശ്വാസികളൊക്കെ അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇത് വല്ലാത്ത എന്താ പറയുക വലതുപക്ഷമായിട്ട് ഇടതുപക്ഷം മാറുകയാണ്. പരിപൂർണമായിട്ടും ഇവിടുത്തെ മുതലാളിത്തത്തിന് കീഴ്പ്പെടുന്ന ഒരു പക്ഷമായി ഇടതുപക്ഷം എന്ന് പറയാൻ പോലും പറ്റില്ല. അവരുടെ കഴിഞ്ഞ കാല നിലപാടുകൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ വെള്ളാപ്പള്ളി വിഷയത്തിലായാലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വിഷയത്തിലായാലും ഇവിടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള അവരുടെ ധാരണ വിഷയം, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് ഉൾക്കൊള്ളാൻ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും പൊളിച്ചെഴുതി. ഇപ്പോൾ പശ്ചിമ ബംഗാളിലും ഈ പറഞ്ഞതുപോലെ തന്നെ ത്രിപുരയിലൊക്കെ ഉണ്ടായ അവസ്ഥയേക്കാളും ദയനീയമായൊരവസ്ഥ കേരള രാഷ്ട്രീയത്തിൽ മൂന്നാമതും പിണറായി വന്നാൽ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് തിരിച്ചറിയുന്ന ഇവിടെ പാവപ്പെട്ട തൊഴിലാളികളാണ്. രണ്ടാമതും ഈ ഗവൺമെൻറ് വെറുതെ അധികാരത്തിൽ വന്നതൊന്നുമല്ല. ഇവിടുത്തെ പച്ച സഖാക്കളുടെ കഠിനാധ്വാനമുണ്ട്. കൊറോണയായാലും ദുരന്തമായാലും ഡിവൈഎഫ്ഐക്കാരടക്കം ഇവിടുത്തെ ആക്രി വരെ പെറുക്കി വിറ്റ് ഭക്ഷണമുണ്ടാക്കി നാട് മുഴുവൻ ജനങ്ങൾക്ക് കൊടുത്ത് അവരെ സഹായിച്ചതിൻ്റെയും കൂടി ഒരു പ്രതിഫലനമാണ് ഈ 21 രണ്ടാമൻ പിണറായി വന്നത്. പക്ഷേ ആ സഖാക്കൾക്കോ ആ പ്രവർത്തകർക്കോ അതിനുവേണ്ടി പ്രവർത്തിച്ച ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗത്തിനോ ഒരു റോളും ഈ പറയുന്ന 21-26 പിണറായി രണ്ടാം സർക്കാരിനുണ്ടായിട്ടില്ല. അപ്പം ഇടതുപക്ഷം കമ്മ്യൂണിസം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർ പിണറായിയെ താഴെ ഇറക്കാൻ വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പാർട്ടിയുടെ ഈ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ ഇടതുപക്ഷ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റുകാരും വോട്ട് ചെയ്യുന്ന വളരെ അപൂർവമായ കാഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാണാൻ പോവാണ്. ഇപ്പോൾ കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ പ്രത്യേകിച്ച് നോക്കുമ്പോൾ BJP-യുമായിട്ട് ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പിന്നെ UDF നേതാക്കൾ കൃത്യമായി ആവർത്തിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യം ബേപ്പൂരിലും സംഭവിക്കാനുള്ള സാധ്യതയില്ല? അല്ല, സാധ്യതയുണ്ട്. കേരളത്തിലൊട്ടാകെ അതിന് സാധ്യതയുണ്ട്. പിണറായി പ്രതീക്ഷ അർപ്പിക്കുന്ന ഏക മേഖല അതാണ്. അത്തരത്തിലുള്ള ഒരു വോട്ട് മാനിപ്പുലേഷനാണ്. പക്ഷേ BJP-യുടെ പ്രവർത്തകർ പോലും അതിന് ഒന്നും കൊടുക്കുന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ ഉന്നത തലത്തിൽ അവരെന്ത് തീരുമാനമുണ്ടാക്കി വോട്ട് മറിക്കാൻ തീരുമാനിച്ചാലും BJP പ്രവർത്തകർ അവെയറാണ് ഈ കാര്യത്തിൽ. BJP പോലും പറയുന്നില്ല ഇപ്പോൾ വർഗീയതയെക്കുറിച്ച്. കേരളത്തിൽ അവർ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചാണ് പാർട്ടി സംസാരിക്കുന്നത്. അവിടെയാണ് പിണറായി ഈ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത്. മാത്രമല്ല ശബരിമല ഇഷ്യൂ ചെറിയ സംഗതിയല്ല. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ വിശ്വാസ സമൂഹത്തെ മുഴുവൻ, ഹൈന്ദവ സമുദായം മാത്രമല്ല പറയുന്നത്, വിശ്വാസ സമുദായം മുഴുവൻ ഒരു അങ്കലാപ്പിലാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ അതിൽ ശക്തമായ നിലപാടെടുക്കേണ്ട BJP ലീഡർഷിപ്പ് അതിൽ നിലപാടെടുക്കുന്നില്ലല്ലോ. അത് ഇവിടുത്തെ എന്താ പറയുക BJP പ്രവർത്തകർ കാണുന്നുണ്ടല്ലോ. അപ്പം എന്തിനും, അതായത് പിണറായിയുമായിട്ടുള്ള ധാരണയുടെ പേരിൽ ഇവിടുത്തെ അമ്പലങ്ങളും ഇവിടുത്തെ ക്ഷേത്രങ്ങളും മുഴുവൻ കൊള്ളയടിച്ചു പോയാലും പ്രതികരിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് BJP മാറി നിൽക്കുന്നത് BJP-യുടെ പ്രവർത്തകരത് കാണുന്നുണ്ട്. അതുകൊണ്ട് പിണറായി ഇപ്പം കൂട്ടുന്ന കണക്കുകൾ ഒരിക്കലും അത് ശരിയാവുകയില്ല. ഇവിടുത്തെ മതേതര വിശ്വാസികളും ഇവിടുത്തെ ജനമെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇതൊക്കെ കൂടുന്നാണല്ലോ ജനം. ആ ജനം ഒരുമിച്ചിട്ടുണ്ട്. അതാണ് ത്രിതല തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അത് അതിലേറെ ആൻറ്റി പിണറായി ആയിട്ട് ജനം യോജിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. പിണറായിസത്തിനോടുള്ള വിരുദ്ധതയുടെ ചെറിയൊരു പ്രതിഫലനം മാത്രമേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം അത് തീർത്തും പ്രാദേശികമാണ് പല ഘട്ടങ്ങളിലും. പക്ഷേ രാഷ്ട്രീയമായിട്ട് പിണറായിസം അവസാനിക്കാൻ, കുടുംബാധിപത്യം അവസാനിക്കാൻ, മരുമോനിസം അവസാനിക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നത് നിയമസഭയാണ്. അതിൽ വലിയ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേണിലുള്ള ചേഞ്ച് ഉണ്ടാകും. വളരെ ശക്തമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും. ബേപ്പൂർ ഇത്തവണ UDF തിരിച്ചു പിടിക്കുമെന്ന് തന്നെ കരുതുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക സീറ്റുകളും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നതിനേക്കാളും സീറ്റ് വരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അതാണ് ഇവിടുത്തെ ചിത്രം. ജനം ഒരുമിച്ചിട്ടുണ്ട്. ആ ജനത്തിൽ എല്ലാവരും ഉണ്ട്. UDF ഉണ്ട്, LDF ഉണ്ട്, എല്ലാ മതസ്ഥരും ഉണ്ട്, പാർട്ടി ഉള്ളവരും ഇല്ലാത്തവരുമൊക്കെ. ഇതൊന്നും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ മതേതര മുഖവും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷവും സമാധാനവും ഇല്ലായ്മ ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ തള്ളി നീക്കുന്നത് പിണറായിയാണ് അതിന് നേതൃത്വം നൽകുന്നതെന്ന് തിരിച്ചറിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ടായിട്ടുണ്ട്. അത് പ്രതിഫലിക്കും.
യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ എവിടം വരെ എത്തി? തൃണമൂൽ കോൺഗ്രസ് എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഈ ഒരു രാഷ്ട്രീയം ഞാൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളൊരു സീറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടോ ഉള്ള ഒരു ബാർഗെയിനിങ്ങിലേക്ക് നമ്മൾ പോയിട്ടില്ല. അത് തിരിച്ചറിയാനുള്ള ശേഷി ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫ് ലീഡർഷിപ്പിനുണ്ട്. അത് അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവർക്ക് എന്തും തീരുമാനിക്കാം. എന്ത് തീരുമാനമെടുത്താലും ഈ പറയുന്ന ഞങ്ങൾ ഒരുമിച്ച് യു ഡി എഫിനോടൊപ്പം പിണറായിയെ താഴെ ഇറക്കാനുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലുണ്ടാവും. എന്തായാലും ബേപ്പൂർ മത്സരകാര്യത്തിലൊക്കെ യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടെങ്കിൽ പോലും ബേപ്പൂരിൽ കൃത്യമായി തന്നെ ഭരണവിരുദ്ധ വികാരവും പാർട്ടിക്കകത്തുള്ള അസംതൃപ്തിയും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് PV അൻവർ ഉറപ്പിച്ചു പറയുന്നത്. മനേഷ് പെരുമണിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.